ഭഗവാൻ കണ്ണോണ്ട് കാണിച്ചു ധർമ്മപുത്രനോട്, ദാ ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ ബാക്കി, അത് കഴിഞ്ഞാൽ ഭീഷ്മ പിതാമഹൻ എന്ന മുത്തച്ഛൻ എന്നിലേക്ക് എത്തും, ആ ജീവാത്മാവിനെ ഞാൻ സ്വാംശീകരിക്കും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു രാജധർമാൻ, മോക്ഷധർമാൻ, ശ്രീധർമാൻ, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഭീഷ്മപിതാമഹൻ മറുപടി പറഞ്ഞു. ധർമ്മപുത്രൻ്റെ സംശയമൊക്കെ തീർത്തു. പിന്നെ തൻ്റെ ദൃഷ്ടിയും സകല ഇന്ദ്രിയങ്ങളും ഭഗവാനെ നോക്കിക്കൊണ്ട ഗംഭീരമായിട്ടുള്ള രണ്ടാമത്തെ സ്തുതി, ഭാഗവതത്തിലെ രണ്ടാമത്തെ സ്തുതിയാണ് ഭീഷ്മസ്തുതി. ഇന്നും ഭാഗവത ആചാര്യന്മാരുടെ ഇടയ്ക്ക്, ഭാഗവത പ്രേമികളുടെ ഇടയ്ക്ക് ഇന്നും തർക്കമാണ്. 8ാമത്തെ അധ്യായത്തിൽ കണ്ട മുത്തശ്ശിയമ്മയുടെ സ്തുതിയാണോ കേമം, 9ാമത്തെ അധ്യായത്തിലെ മുത്തച്ഛൻ്റെ സ്തുതിയാണോ കേമം? ഒന്നിനൊന്ന് മെച്ചം. നമുക്ക് ഇടത്തെ കണ്ണനെയാണോ ഇഷ്ടം, വലത്തെ കണ്ണനാണോ ഇഷ്ടം? അതുപോലെ ഇരിക്കും കുന്തിസ്തുതിയും ഭീഷ്മസ്തുതിയും. ഭഗവാനെ മുമ്പിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, ഇതിമതിരുപകൽപ്പിത വിതൃഷ്ണ, വിതൃഷ്ണ, എനിക്കിനി മോഹങ്ങളൊന്നുമില്ല എന്ന്. ഇത് ചോറ്റാനിക്കരമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റണം, ഗുരുവായൂരപ്പനോട് പറയാൻ പറ്റണം. പലചരക്ക് കടയിൽ പോണേക്കാൾ വലിയ ലിസ്റ്റുമായിട്ട് ചെന്നാൽ പോരാ അമ്മയുടെ മുമ്പിലേക്ക്. അത് ചുരുട്ടിക്കൂട്ടി ഡസ്റ്റ്ബിന്നിലിടുക. അമ്മ എന്താ വേണ്ടത്, നിനക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ മാമാം പ്രലോഭയ, എന്നെ പ്രലോഭിക്കരുത്. വദമേ തവദാസ്യയോഗം, തവദാസ്യയോഗം, ഭക്തിയെ തന്നാലും, ഭക്തിയെ തന്നാലും. അമ്മയോട് അത് മാത്രം പറയുക, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഭീഷ്മ പിതാമഹൻ ഭഗവാനോട് പറഞ്ഞതാണ് വിതൃഷ്ണ, എനിക്ക് മോഹങ്ങളില്ല. ഇത് ഭഗവാനോട് പറയാൻ പറ്റുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ഞാൻ സർവസ്വവും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു, എനിക്കിനി മോഹങ്ങളില്ല. ഒരേ ഒരു മോഹമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ മോഹം? ഭഗവാൻ ശ്രീകൃഷ്ണൻ എൻ്റെ മുമ്പിൽ സന്നിധാനം ചെയ്യണം. ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കണം എന്നെനിക്ക് മോഹം ഉണ്ടായിരുന്നു. ആ അവസാനത്തെ മോഹവും അവിടുത്തെ കാരുണ്യം കൊണ്ട്, ഭക്തവാത്സല്യം കൊണ്ട് സാധ്യമായി. ഭഗവാനെ, എനിക്ക് ഒരു മോഹമില്ല. നമ്മൾ ചോറ്റാനിക്കരമ്മയ്ക്ക് വന്ന് തൊഴണേന്തിനാ? ചോറ്റാനിക്കരമ്മയ്ക്ക് വഴിപാട് ചെയ്യണേന്തിനാ? നമ്മുടെ കാര്യങ്ങൾ നടക്കാനാ. അത് ഉത്തമ ഭക്തിയല്ല എന്നാണ് ഭാഗവതം പറയുക. ഭക്തന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്നറിയോ? അത് മരങ്ങാട് പറഞ്ഞു തരും. 7ാമത്തെ ദിവസം ഉദ്ധവന് ഭഗവാൻ ശ്രീകൃഷ്ണന് ഉപദേശം കൊടുക്കുമ്പോൾ ഭക്തിയോഗം പറയുമ്പോൾ 5 ഗുണങ്ങൾ പറയും ഒരു ഭക്തന്റെ. നിരപേക്ഷം, മുനിം, ശാന്തം, നിർവൈരം, സമദർശനം. അതിൽ 1ാമത്തെ എന്താണെന്നറിയോ? നിരപേക്ഷം, വിത്തൗട്ട് എനി റിക്വസ്റ്റ്. ചോറ്റാനിക്കരമ്മയോട്, ഗുരുവായൂരപ്പനോട്, പൂർണ്ണത്രേശനോട് ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് ഭക്തി. അതുകൊണ്ടാണ് പ്രഥമസ്കന്ധത്തിൽ ആദ്യം തന്നെ പറഞ്ഞത് അഹൈതുകി. ഭഗവാനോട്, ഭഗവതിയോട് ഒന്നും ചോദിക്കാത്ത ഭക്തി. എന്താ വേണ്ടത്? ഒന്നും വേണ്ട. എനിക്കു വേണ്ടതെന്തെന്ന് അവിടുത്തേക്ക് അറിയാം പ്രഭോ. ഇല്ലേ? മക്കൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് അമ്മയ്ക്കറിയാം. അപ്പം അമ്മയോട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കേണ്ട. നിരപേക്ഷം. ഭാഗവതം മുഴുവൻ ഇതാ പറയണത്. യോഗസിദ്ധീര പുനർഭവം വാ സമഞ്ജസ ത്വാവിരഹയ്യകാംക്ഷേ. വൃത്രാസുരൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, അങ്ങയുടെ പാദഭക്തി അല്ലാണ്ട് ഒന്നും വേണ്ട, ഒന്നും വേണ്ട എന്ന്. ഇത് ചോറ്റാനിക്കരമ്മയോട് പറയണം. ഭക്തിയെ തന്നാലും അതല്ലാണ്ട് ഒന്നും എനിക്ക് തരണ്ട. ഇത് പറയാറാവണം. ഭീഷ്മർ പറഞ്ഞു, ഭഗവാനെ ആ യുദ്ധക്കളത്തിൽ വെച്ച് പാർത്ഥസാരഥിയായിട്ട് 10 ദിവസം നമ്മൾ മുഖാമുഖം കണ്ടു. ആ രൂപമാണ് എൻ്റെ ഉള്ളിലുള്ളത്. ത്രിഭുവനകമനം തമാലവർണം രവികര ഗൗരവരംബരം ദധാനെ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേരതിരസ്തുമേന വദ്യ. നിരന്ന പീലികൾ നിരക്കവേ കുത്തി നിറുകയിൽ കുട്ടി തിറമൊടുകെട്ടി കരിമുകിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും
കുനുകുനച്ചിഹ്നം കുറു നിരതന്മേൽ നനു നനപ്പൊടിഞ്ഞൊരു പൊടി പറ്റി തിലകവുമൊട്ടു വിയർപ്പിനാൽ നനഞ്ഞുലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചിളകുന്ന ചില്ലി യുഗളഭംഗിയും. ഇങ്ങനെ കുതിരക്കുളമ്പടിയിൽ നിന്ന് പൊങ്ങി വരുന്നതായ ആ പൊടിപടലങ്ങൾ വന്ന് വിയർപ്പ് മുറ്റിയിരിക്കുന്ന ഭഗവാന്റെ നെറ്റിത്തടത്തിൽ പറ്റി പിടിച്ചപ്പോൾ ഗിൽറ്റ് പിടിപ്പിച്ചതുപോലെ ഭഗവാന്റെ ആ രൂപം. വിയർപ്പ് കൊണ്ട് കുതിരയെ ഓടിക്കുന്ന ക്ഷീണം കൊണ്ട് വിയർപ്പ് കുളിച്ചിരിക്കണോ ഭഗവാന്റെ മുഖം. അവിടെ കുതിരക്കുളമ്പടിയിൽ നിന്ന് പൊങ്ങിയതായിട്ടുള്ള ആ പൊടിപടലങ്ങൾ പറ്റി പിടിച്ചപ്പോൾ ഗിൽറ്റ് പിടിപ്പിച്ചതുപോലെ. എന്തൊരു ഭംഗിയാ! ആ 10 ദിവസം ഭഗവാന്റെ നോട്ടം ആരുടെ നേരെയായിരുന്നു? എൻ്റെ നേരെയായിരുന്നു. 10ാമത്തെ ദിവസം ഞാൻ വീണു. 9ാമത്തെ ദിവസം അവിടെ നിന്ന് ഓടിയും കൂടെ വന്നു. സ്വനിഗമമപഹായ മൽപ്രതിജ്ഞാമൃതമധികർത്തുമവപ്ലുതോ ധൃതചരണചരഭയച്ചലഗോ ഹരിവഹന്തുമിഭം ഗതോത്തരീയ. 9ാമത്തെ ദിവസം അങ്ങ് സുദർശനചക്രവും എടുത്തിട്ട് എൻ്റെ നേരെ ഒരു വരവുണ്ടായിട്ടുണ്ട്. എന്താ? മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ മഴ പെയ്യുന്ന കാലത്തൊരു മഴയുണ്ടായില്ലേ, അതിലും ഭീകരമായിട്ടാണ് ഭീഷ്മരുടെ അസ്ത്രപരീക്ഷ ഉണ്ടായത്. അർജുനൻ നിസ്സഹായനായിട്ടിരിക്കുക. ഗാണ്ഡീവവും മറ്റ് അസ്ത്രങ്ങളൊക്കെ കയ്യിൽ തെറിച്ചു പോവുക. സർവവിസ്തൃപാരംഗതനായിരിക്കുന്ന സർവാസ്ത്ര വിദ്യാപാരംഗതനായിരിക്കുന്ന ഭീഷ്മരുടെ മുൻപിൽ അർജുനൻ ഒരു LKG കുട്ടിയാ. പ്രായം കൊണ്ടോ തൻ്റെ പേരക്കുട്ടിയാ. താൻ പഠിപ്പിച്ചതേ അവൻ്റെ കയ്യിലുള്ളൂ. ആശാനറിയാം ശിഷ്യൻ്റെ കയ്യിൽ എത്രത്തോളം ഉണ്ടെന്ന്. എടുത്തിട്ട് വേണ്ടേ? നിവർത്തിയില്ല. തൻ്റെ സഖിയായിരിക്കുന്ന അർജുനൻ നിസ്സഹായനായിട്ട് നിൽക്കണ കണ്ടപ്പോ ഭഗവാൻ സുദർശനചക്രം എടുത്ത് അങ്ങോട്ട് പാഞ്ഞു വന്നു. ക്ഷുരന്തമാം ചക്രമെടുത്തു ചുറ്റി തേർവിട്ടു ചാടിക്കടിഞ്ഞാണു വിട്ടും ചക്രായുധൻ രോഷകഷായിതാക്ഷൻ. സുദർശനചക്രം എടുത്ത് സുദർശനം ശൗരികരത്തിൽ മിന്നി. കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഭാഷാഭാരതത്തിൽ പറയും, കാൽ വെച്ചുടൻ ഭൂമി കുലുക്കിയൊക്കിൽ രഥാതവപ്ലുത്യ വിസൃജ്യവാഹാൻ. കടിഞ്ഞാട് വിട്ടു, ചമ്മട്ടി വലിച്ചെറിഞ്ഞു, ഉത്തരീയം വലിച്ചെറിഞ്ഞു, എടുത്തൊരു ചാട്ടം തേരിൽ നിന്ന്. ഇവന്റെ കഥ ഞാൻ കഴിക്കുന്നു പറഞ്ഞ് ചെമ്പരത്തിപ്പൂ പോലെ ചുമന്ന് തൊടുത്ത കണ്ണുകളോട് കൂടിയിട്ട് സുദർശനചക്രവുമായിട്ട് ഭീഷ്മർക്ക് ഒരു കുലുക്കം ഉണ്ടായില്ല. തന്നെ കൊല്ലാൻ ലോകൈകനാഥനായിട്ടുള്ള ഭഗവാനാണ് വരണേന്ന് അസലായിട്ട് അറിയാം. ഗാണ്ഡീവമൊപ്പം കടുഘോഷമുള്ള വില്ലൊന്നുലച്ചാനൊരു കൂസലന്യെ അനന്തവിഖ്യാതി മുകുന്ദനോടങ്ങ മൂഢനാം ഭീഷ്മരുരച്ചതിപ്പോൾ. ഭീഷ്മരെന്താ ഭഗവാനോട് പറഞ്ഞെന്നറിയോ? വരൂ വരൂ ദേവജഗന്നിവാസ തൊഴുന്നു ഞാൻ മാധവ ചക്രപാണേ. എന്നെ കൊല്ലുന്നു വിചാരിച്ചിട്ടില്ലേ പറയണത്? നീ കൊല്ലുകിൽ കൃഷ്ണ എനിക്കു 2 ലോകത്തിലും നന്മ ലഭിക്കുമല്ലോ. അങ്ങയുടെ കൈകൊണ്ട് ചാവുക എന്ന് പറഞ്ഞാൽ അതല്ലേ മോക്ഷം അല്ലേ? പട്ടേരിപ്പാട് പറഞ്ഞില്ലേ പൂതനാമോക്ഷത്തില്, മദംഗസംഗസ്യ ഫലം നദൂരേ. എൻ്റെ ശരീരവുമായിട്ട് സ്പർശം വന്നാൽ സദ്യോമുക്തിയാണ്. അപ്പൊ കൃഷ്ണ അങ്ങയുടെ കൈകൊണ്ട് മരിക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് വന്നോളൂ. അങ്ങ് ലോകൈകനാഥനാണ്, കാലചക്രമാണ്, സർവത്തിനെയും സംഹരിക്കുന്ന സംഹാരമൂർത്തിയാണ്. അങ്ങെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയണു, വരൂ വരൂ ദേവ, എനിക്ക് ലേശം പേടിയില്ല, വരൂ. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും ഭഗവാൻ പൊട്ടി അങ്ങോട്ട് ചിരിച്ചു, തൻ്റെ തേരിലേക്ക് തിരിച്ചങ്ങോട്ട് ഓടിപ്പോയി. ഇപ്പൊ ഭീഷ്മർ ചോദിക്കുക, ഭഗവാനെ എന്തിനായിരുന്നു ആ ഡ്രാമ? എന്നെ അങ്ങ് കൊല്ലില്ല എന്ന് അങ്ങേക്ക് അസലായിട്ട് അറിയാം. കാരണം എൻ്റെ അച്ഛൻ ശന്തനു മഹാരാജാവ് എനിക്ക് ഒരു വരം തന്നിട്ടുണ്ട്, സ്വച്ഛന്ത മൃത്യു. ഞാൻ വിചാരിക്കുമ്പോഴേ ഞാൻ മരിക്കുള്ളൂ, അങ്ങനെ ഞാൻ വിചാരിക്കുമ്പോഴേ ഞാൻ മരിക്കുള്ളൂ എന്ന് എനിക്കറിയാം. എന്നേക്കാൾ നന്നായിട്ട് അങ്ങേക്കറിയാം. അങ്ങ് എന്നെ കൊല്ലില്ല എന്നും എന്നേക്കാൾ നന്നായിട്ട് ലോകൈകനാഥനായ അങ്ങേക്കല്ലേ അറിയുക. പിന്നെ അങ്ങെന്തിനാ സുദർശനചക്രവുമായിട്ട് എൻ്റെ അടുത്ത് വന്നത്? അങ്ങെന്നെ കൊല്ലില്ല എന്ന് എനിക്കറിയാം, അങ്ങയ്ക്കും അറിയാം. പിന്നെന്തിനാ? സ്വനിഗമമപഹായ, എൻ്റെ പ്രതിജ്ഞ പാലിപ്പിക്കാൻ വേണ്ടി. സ്വനിഗമമപഹായ, സ്വന്തം പ്രതിജ്ഞ ലംഘിക്കപ്പെട്ടാലും ശരി, മൽപ്രതിജ്ഞാമൃതം അധികർത്തും.
ഭക്തനായിരിക്കുന്ന എൻ്റെ ആ പ്രതിജ്ഞ സത്യമാക്കാൻ. കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് ഭഗവാൻ സത്യം ചെയ്തു, അയുധ്യമാന സംഗ്രാമേ ന്യസ്ത്രശസ്ത്രോഹമേകത. യുദ്ധം ചെയ്യുന്ന സമയത്ത് ഞാൻ ആയുധമെടുക്കില്ല എന്ന് ഭഗവാൻ സത്യം ചെയ്തു. ആയുധമെടുക്കില്ല എന്ന് ഭഗവാൻ സത്യം ചെയ്തപ്പോൾ ഭീഷ്മര് പ്രതിജ്ഞ ചെയ്തു, ഭഗവാനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിച്ചോളാം. ഇപ്പൊ ഭീഷ്മര് പറയുക, ഭഗവാന് സത്യം ചെയ്തു ആയുധം എടുക്കില്ല എന്ന്, ഭീഷ്മർ പ്രതിജ്ഞ ചെയ്തു ആയുധം എടുപ്പിക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെ പ്രതിജ്ഞ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണല്ലേ സത്യമാവാൻ പറ്റുള്ളൂ. ഭഗവാൻ ഭക്തവത്സലം തീരുമാനിച്ചു, സ്വന്തം ഭക്തം പഴിച്ചാലും നാട്ടുകാർ എന്നെയല്ലേ ചീത്ത പറയുള്ളൂ. ചീത്ത പറഞ്ഞോട്ടെ, എൻ്റെ ഭക്തനെ ചീത്ത പറയാൻ പാടില്ല. നമ്മെ ഭക്ത പ്രണശ്യതി. ഭഗവാനെ അവിടുത്തെ അപാരമായ ഭക്തവാത്സല്യം, അവിടുത്തെ അപാരമായ ഭക്തവാത്സല്യം കൊണ്ട് സ്വനിഗമമപഹായ മൽപ്രതിജ്ഞം. എന്തിനാ ഡ്രാമ കളിച്ചത്? ഭക്തന്റെ സത്യം പാലിക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം പ്രതിജ്ഞ പിഴച്ചാലും തെറ്റിയാലും ഭക്തന്റെ ആ പ്രതിജ്ഞ പിഴക്കരുത്. അഹം ഭക്തപരാധീന. നവമസ്കന്ധത്തിൽ കാണാൻ ദുർവാസാവിനോട് പറയരുത്, ഭക്തൻ തന്നോട് പാദരേണുവിലുരുണ്ടീടാൻ കൊതിക്കുന്നു ഞാൻ. ഉദ്ധവനോട് ഭഗവാൻ പറയും, അനുവ്രജാമ്യഹം നിത്യം പൂയേയത്യഘ്രിരേണുഭി. ക്ഷേത്രത്തിൽ ശിവേലി എഴുന്നള്ളിച്ച് പോകുന്ന സമയത്ത് അനേക സജ്ജനങ്ങൾ പുറകെ നാമം ജപിച്ചുകൊണ്ട് അമ്മേ നാരായണ എന്നോ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് പുറകെ നടക്കാറുണ്ട്. ഭഗവാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ധാരണ നിങ്ങൾ എൻ്റെ പുറകിൽ നടക്കുക എന്നല്ലേ? അല്ലാട്ടോ, ഞാൻ നിങ്ങളുടെ പുറകെയാ. നിങ്ങൾ എന്നെ കണ്ടില്ല. എന്താ കാരണം? നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങളെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ എന്നെ കാണാം. നമ്മൾ പറയാല്ലേ, ചത്ത് പോവേണ്ടതാണ്, ആരോ രക്ഷിച്ചു. ഈ ആരോ ആരാ? ARROW, ഇംഗ്ലീഷിലുള്ള ആരോ അല്ല. ദാ ആ അമ്മ. നമ്മളെ വീഴാൻ നേരത്ത് നമ്മളെ താങ്ങിയത് അമ്മ, അല്ലെങ്കിൽ ഗുരുവായൂർ അപ്പൻ. അപ്പനോ അമ്മയോ നമ്മളെ താങ്ങാനല്ലോ. അപ്പൻ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാൽ രണ്ടും തന്നെ. അപ്പൊ അതാണ് ആ ഭക്തന്റെ ആ പ്രതിജ്ഞ സത്യമാക്കാനല്ലേ അവിടെ നിന്ന് വന്നത്. ഭഗവാനെ ആ രാജസൂയാഗവേദിയിൽ വെച്ച് രാജാധിരാജനായിട്ട് വിലസുന്ന സമയത്ത്, മന്മഥനായിട്ട് രാസക്രീഡാവസരത്തിൽ വിലസിയത്, ആ രൂപം എൻ്റെ മനസ്സിലുണ്ടാവണേ. ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ കണ്ടുകൊണ്ട് സ അന്തശ്വാസമുപാരമത്, ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിച്ചു. ഇതാവണം നമ്മളാകുന്ന മനുഷ്യരുടെ ലാഭം. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അമ്മേ നാരായണ, ദേവി നാരായണ, അല്ലെങ്കിൽ ഹരേ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കാറാവണം. ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സദ്മഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ ഹാ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. അങ്ങനെ ഒരു ഡേ നമുക്ക് വരും. ഏത്? DD, ഡേറ്റ് ഓഫ് ഡെത്ത്. ആ സമയത്ത് ലപന്നച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ മുരാരേ ഹരേ നാഥ നാരായണേതി യഥാനുസ്മരിഷ്യാമി ഭക്ത്യാ ഭവന്തം തഥാ മേ ദയാശീല ദേവപ്രസീദ എന്ന് ഗുരുവായൂരപ്പനോട് പറയുക. ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ആ ഭഗവാനെ നമുക്ക് സ്വാംശീകരിക്കാൻ, ഭഗവാനെ കാണാൻ. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ മരണസമയം അടുക്കും എന്ന് പറയുമ്പോൾ ബ്രാഹ്മണരാണെങ്കിൽ ചെവിയിലോത്ത് എന്ന് വേദം ചൊല്ലും ചെവിയിൽ, അല്ലെങ്കിൽ സഹസ്രനാമം, അല്ലെങ്കിൽ നാരായണനാമം. ഇതൊക്കെ എന്താ? ആ കേട്ട് 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 ആ വൈഖരി, ഭഗവാന്റെ നാമസങ്കീർത്തനമാകുന്ന വൈഖരി കേട്ട് കേട്ട് ആ ജീവാത്മാവിന് ഈ പാഞ്ചഭൗതികമായ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് ഭഗവാങ്കൽ വിലയം പ്രാപിക്കാറാവണം. അതിനു വേണ്ടിയിട്ടാണ് ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്നുള്ളത് ദ്വിതീയ സ്കന്ധത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയാൻ പോണേ ഉള്ളൂ. അത് ആദ്യമേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നു ഭീഷ്മര്. ആദ്യം പ്രാക്ടിക്കല്, പിന്നെ തിയറി. സാധാരണ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യം തിയറിയും പിന്നെ പ്രാക്ടിക്കലുമാണ്. ഭാഗവതം അങ്ങനെയല്ല, ആദ്യം പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നു. ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയോ? ഇതാണ് ദ്വിതീയ സ്കന്ധത്തിൽ പറയണു, ജന്മലാഭ പരപുംസാം
അന്തേ നാരായണ സ്മൃതി. ഇങ്ങനെ സഹസ്രനാമം ജപിച്ചുകൊണ്ട്, ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭീഷ്മരെ പോലെ നമുക്ക് ഈ ശരീരം വെടിയാറാവണം. അതിന് ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി വേണമെങ്കിൽ സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ എപ്പോഴും ജപിക്കണം. നമ്മൾ അന്തേ എന്നുള്ളൊരു വാക്കുമ്പോൾ കയറി പിടിക്കുക. ഒടുക്കം പോരെ, ചാവാറാവുമ്പോൾ പോരെ, മതി. ഈ ചാവണത് എപ്പോഴാന്ന് ആർക്കെങ്കിലും അറിയോ? അന്തകാലം എന്തകാലം എന്ന് ആർക്ക് തെരിയും? അതാ പ്രശ്നം. അടുത്ത ശ്വാസം എടുക്കുന്നതിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തവനാ ബാക്കി എല്ലാ സാധനത്തിനും ഗ്യാരണ്ടി ചോദിക്കണേ, അല്ലേ? അപ്പം അതുകൊണ്ട് നീന്തൽ അറിയാത്ത ഒരുത്തിനെ വെള്ളത്തിലേക്ക് എടുത്തിട്ടാലോ ഉറപ്പാ മുങ്ങിപ്പോവും. സൈക്കിൾ ഓടിക്കാൻ അറിയാത്തവനെ ബൈക്ക് അങ്ങ് കയറ്റി വിട്ടാലോ അവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അപ്പോൾ സൈക്കിൾ ഓടിക്കണമെങ്കിൽ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. പരിശീലനം പരിപൂർണതയിലേക്ക് എത്തിക്കും. അപ്പൊ ജന്മലാഭ പരപുംസാം അന്തേ, അവസാന കാലത്ത് നാമസങ്കീർത്തനം വേണമെങ്കിൽ സദാസേവ്യ സദാസേവ്യ, ഏത് സമയത്തും നാമം ജപിക്കണം. നാമം ജപിക്കാൻ ഇന്ന സമയമൊന്നുമില്ല. ബസ്സിലിരിക്കുമ്പോഴും ഓഫീസിലിരിക്കുമ്പോഴും ഉറങ്ങുന്ന സമയത്ത് പറ്റുമെങ്കിൽ അപ്പോഴും നമുക്ക് ജപിക്കാം. അങ്ങനെ ഭീഷ്മരുടെ മുക്തി കാണിച്ചു തന്നു. എന്തിനാ ഭീഷ്മരുടെ മുക്തി കാണിച്ചതെന്നറിയോ? ഇതേപോലെയാവണം നാവു കുഴയാതെ നാമം ജപിക്കുവാൻ. അന്ധകാലമടുത്തിടുന്നേരം അന്ധകദൂതരടുത്തിടാതെ സന്താപനാശിനിയാകും ഭഗവതി, എന്നെ തുണയ്ക്കണം എന്നർത്ഥം. അതുകൊണ്ട് ചോറ്റാനിക്കരമ്മ ആ സമയത്ത് അന്ധകദൂതരെ അടുക്കാതെ ആ അമ്മ മാറോട് കുഞ്ഞിനോട് ചേർക്കുന്നത് പോലെ നമ്മളെ മാറോട് ചേർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭീഷ്മരുടെ കഥ പറഞ്ഞു തന്നത്. അങ്ങനെ ഭഗവാൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ദ്വാരകാപുരിയിലേക്ക് തിരിച്ചുപോയി. 4ാമത് തേരിൽ കയറിയപ്പോൾ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് പിന്നെ ആരും തടസ്സപ്പെടുത്താനുണ്ടായില്ല. അപ്പോഴാണ് ശൗനകാദി മഹർഷിമാർ ചോദിച്ചത്, അങ്ങ് പറയണ്ടായില്ലോ ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷിത്ത് എന്ന രാജർഷിക്ക് 7 ദിവസം കൊണ്ട് വേദവ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി എന്ന അവധൂതൻ വർണ്ണിച്ച് കേൾപ്പിച്ചതാണ് ഭാഗവതെന്ന്. ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല. അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിൽ കരിഞ്ഞ് കരിക്കട്ടയായി എന്നാ. ഈ മരിച്ചുപോയ ആള് എങ്ങനെയാ ഈ ഭാഗവതം കേട്ടേ? ഹേ ശൗനകാദികളെ, ആ ഭഗവാന്റെ അപാരമായ ഭക്തവാത്സല്യം കൊണ്ട് ആ ശിശു മരിച്ചില്ല. മാതുരുതരേ മൃത, മരിച്ചില്ല. സ്വമായയ വൃണോൽ ഗർഭം, നാരായണ കവചാണ്. പിന്നെ ആരെങ്കിലും കാലപാശം പോലും ബന്ധിക്കുവോ? ഉണ്ടാവില്ല. മംഗളമായ മുഹൂർത്തത്തിൽ പരീക്ഷിത്ത് എന്ന രാജർഷി, അതിസുന്ദരനായ ശ്രേഷ്ഠനായ ഒരു പുരുഷൻ ജനിച്ചു. ആ ഉണ്ണിയെ കൊണ്ട് ആ ഉണ്ണിയുടെ ജാതകം ഗണിപ്പിച്ചു. അതിശ്രേഷ്ഠമായ ജാതകം. അർജുനനെ മുത്തച്ഛനായ അർജുനനെ പോലെ വില്ലാളി വീരനായിരിക്കും. പ്രസാദേ ഗിരിശോപമ, മഹാദേവനെ പോലെ ക്ഷിപ്രപ്രസാദിയായിരിക്കും. ഭൂമിതിയെ പോലെ ക്ഷമമുള്ളവനായിരിക്കും. സമുദ്രത്തിനെ പോലെ കീഴടക്കാൻ ബുദ്ധിമുട്ടുള്ളവനായിരിക്കും. സിംഹത്തിനെ പോലെ പരാക്രമിയായിരിക്കും. നല്ല നല്ല ഗുണങ്ങളൊക്കെ പറഞ്ഞു. അവസാനം പറഞ്ഞു, ഒരു ബ്രാഹ്മണ ശാപം കൊണ്ട് സർപ്പരാജാവായിരിക്കുന്ന തക്ഷകന്റെ ദംശനമേറ്റ് വിഷ്ണുപദത്തിലെത്തും. വിഷ്ണുപദത്തിലെത്തുന്നതിന് മുൻപ് വിഷ്ണുവിൻ്റെ കഥകൾ ഇരുന്ന് കേൾക്കും. അപ്പോൾ ധർമ്മപുത്രന് എന്താണ് ഒരു സംശയം ഉണ്ടായില്ല. ആ ഉണ്ണിക്ക് എന്താ പേരിടേണ്ടത്? വിഷ്ണുരാതൻ, വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ, വിഷ്ണുവിനാൽ നൽകപ്പെട്ടവൻ, വിഷ്ണുരാതൻ. പക്ഷെ പേര് പരീക്ഷിത്ത് എന്നാണ് പ്രശസ്തമായത്. എന്താ കാരണം? പരിതൈക്ഷതി, ചുറ്റും നോക്കുക. ഗർഭപാത്രത്തിൽ വെച്ച് മേഘസുന്ദരനായ ഒരു ദിവ്യപുരുഷനെ താൻ കണ്ടു. ശംഖചക്രഗദാപത്മങ്ങളോടുകൂടി തന്നെ രക്ഷിക്കാനായിട്ട് ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിൻ്റെ ശക്തിയെ നിർവീര്യമാക്കുന്ന ഒരു മഹാപുരുഷൻ. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഭൂജാതനായപ്പോൾ എവിടെ ഈശ്വരൻ, എവിടെ ഈശ്വരൻ, എവിടെയാ പുരുഷൻ, എവിടെയാ പുരുഷൻ, ഇങ്ങനെ ചുറ്റും നോക്കും. കുട്ടികളെ കാണാനായിട്ട് പല ആൾക്കാരും വരും. ഈ കാണുന്ന ആൾക്കാരിൽ മുഴുവൻ പരീക്ഷിച്ചു നോക്കും. ഗർഭത്തിൽ വച്ച് കണ്ട ദിവ്യപുരുഷൻ ഭഗവാൻ ഇതാണോ, ഇതാണോ, ഇതാണോ
ഇതാണോ? അങ്ങനെ ചുറ്റും നോക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പരീക്ഷിത്ത് എന്ന പേര് വന്നു. അങ്ങനെയുള്ള ആ പരീക്ഷിത്ത് ഒരിക്കൽ ദിഗ്വിജയത്തിനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടുന്ന് തിരോധാനം ചെയ്തു, പാണ്ഡവവംശം യാദവവംശം മുടിഞ്ഞു എന്നുള്ള കഥ അർജുനനിൽ നിന്ന് മനസ്സിലാക്കി. ഇളയച്ഛനായ വിതുരമഹാശയൻ പറയാതിരുന്ന രഹസ്യം അർജുനൻ്റെ മുഖത്ത് നിന്ന് കേട്ടു ധർമ്മപുത്രൻ. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ത്രൈലോക്യസുന്ദരമായിരിക്കുന്ന ഈ വേഷം അഴിച്ചുവെച്ചു. ഇവിടെ നിന്ന് തിരോധാനം ചെയ്തു, യാദവവംശം മുടിഞ്ഞു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ പരീക്ഷത്തിനെ യുവരാജാവാക്കി മാറ്റി, മധുരയിൽ വജ്രനെ രാജാവാക്കി. പാണ്ഡവന്മാർ സന്യാസം, വാനപ്രസ്ഥം നടത്തി. അതിനുശേഷം പരീക്ഷത്തിൻ്റെ ദിഗ്വിജയമാണ്. ആ ദിഗ്വിജയത്തിന് പോയ പരീക്ഷത്ത് കാളയുടെ രൂപത്തിൽ നിൽക്കുന്ന ധർമ്മദേവനെയും പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ആ ഭൂമിദേവിയെയും കണ്ടു. അവരുടെ സംവാദത്തിൽ നിന്ന് മനസ്സിലായി ഭൂമിയിൽ ഒരുപാട് 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 അധർമ്മങ്ങൾ നടക്കണു. ആർക്കും എന്തും എവിടെയും എപ്പോഴും പറയാം, പ്രവർത്തിക്കാം. ഒരു സദാചാരവും ഇല്ല. എല്ലാ മാതാപിതാക്കള് സന്താനങ്ങളെ വിൽക്കണു, ഭർത്താക്കന്മാര് ഭാര്യമാരെ ഉപേക്ഷിക്കണു, മാതാപിതാക്കള് സന്താനങ്ങളെ ഉപേക്ഷിക്കണു, മനുഷ്യര് ആഹാരം വിൽക്കണു, ബ്രാഹ്മണര് വേദങ്ങളെ വിൽക്കണു, ഭരണാധികാരികൾ വേണ്ട രീതിയിൽ രാജാക്കന്മാര് ഭരിക്കണില്ല. ഇതിനൊക്കെ കാരണം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തിരോധാനമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടുന്ന് തിരോധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ അധർമ്മപ്രകൃതിയായിരിക്കുന്ന കലി പ്രവേശിച്ചു. അപ്പോഴാണ് ഈ ധർമ്മത്തിനെയും പശുവിനെയും നിഗ്രഹിക്കുന്നതായ ആ കലിയെ കണ്ടെത്തിയത്. രാജാവിൻ്റെ വേഷത്തിൽ കൊല്ലാനായിട്ട് ചെന്നു പരീക്ഷത്ത്. പക്ഷേ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. കാൽക്കൽ വീഴുന്നവനെ കൊല്ലുന്നത് ധർമ്മമല്ലാത്തത് കൊണ്ട് പരീക്ഷത്ത് കൊന്നില്ല. 4 സ്ഥലങ്ങളിൽ ദ്യൂതം, പാനം, സ്ത്രീയ, സൂന, മദ്യപാനം, അതുപോലെ ചൂതുകളി, പിന്നെ വേശ്യാസ്ത്രീകൾ, പിന്നെ വധം, 5ാമതായിട്ട് സമ്പത്ത്. ഈ 5 സ്ഥാനങ്ങളിലേക്ക് ഒതുക്കി ഇരുത്തി. ഇത് 5ഉം കലിയുടെ ഇരിപ്പിടങ്ങളാണ് എന്നാ പറയുക. പക്ഷേ പരീക്ഷത്ത് കീഴടക്കിയ കലി പരീക്ഷത്തിനെ കീഴടക്കി എന്നാ പിന്നീട് പറഞ്ഞത്. രാജാക്കന്മാർക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത കാര്യമാണ് നായാട്ട്. 70 വ്യസനങ്ങളുണ്ട്, 7 ദുഃഖങ്ങളുണ്ട്. രാജാക്കന്മാർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിൽപ്പെട്ട ഒരെണ്ണമാണ് നായാട്ട്, ഹിംസ. ആ നായാട്ടിന് പോയ നേരത്ത് ക്ഷീണിച്ച് അവശനായി, ജലാശയം കണ്ടില്ല. ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. നിർവികൽപ്പ സമാധിയിലിരിക്കുന്ന മഹർഷിയോട് ചെന്ന് ചോദിച്ചു. പാവം മഹർഷി അറിഞ്ഞില്ല, ധ്യാനത്തിലായിരുന്നു. തന്നെ അപമാനിച്ചു എന്ന് തോന്നി പെട്ടെന്ന് കലി കയറി. ദേഷ്യം വന്നു എന്ന് നമ്മൾ പറഞ്ഞോളൂ, കലി കയറി എന്ന് പറയരുത്. കലി കയറി എന്ന് പറഞ്ഞാൽ നമ്മൾ അധർമ്മിയായി എന്നുള്ള അർത്ഥമാണ്. പെട്ടെന്ന് കലി കയറി. അവിടെ ചത്ത പാമ്പ് കിടക്കണ്ടായിരുന്നു. ആ പാമ്പിൻ്റെ ജഡം തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ടെടുത്ത് ആ ശമീകൻ എന്ന മഹർഷിയുടെ കഴുത്തിൽ ചാർത്തി. അവിടുന്ന് യാത്രാപം ചെയ്തു. കൊട്ടാരത്തിൽ ചെന്ന് ക്ഷീണമകറ്റി പാലും പഴമൊക്കെ കഴിച്ച് പട്ടുമെത്തയിൽ കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴാണ് ബോധം വന്നത്. അയ്യോ, സർവസംഗപരിത്യാഗിയായ നിർവികൽപ്പ സമാധിയിലിരുന്ന ആ മുനീശ്വരനെ ഞാൻ അപമാനിച്ചുല്ലോ. ഇനി എന്ത് ശാപമാണ് എനിക്ക് കിട്ടാൻ പോണത് എന്ന്. അപ്പോഴാണ് ആ മഹർഷിയുടെ പുത്രൻ, ശമീ മഹർഷിയുടെ പുത്രൻ ശൃംഗി മനസ്സിലാക്കി തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഒരു പാമ്പിനെ, ചത്ത പാമ്പിനെ ആരോ ഇട്ടിരിക്കണു. കൗശികി നദിയിലെ വെള്ളമെടുത്ത് വജ്രസൂചി പോലെ ഭീകരമായ ആ വാക്കുകൾ പറഞ്ഞു. ഇത് ലംഘിത മര്യാദം. ഈ മര്യാദാലംഘനം നടത്തിയവൻ ഇന്നേക്ക് 7ാം ദിവസം സർപ്പരാജാവായ തക്ഷകൻ അവനെ ദംശിക്കട്ടെ. പലരും തെറ്റായിട്ട് പറയാറുണ്ട് 7ാമത്തെ ദിവസം തക്ഷകൻ കഴിച്ച മരിക്കട്ടെ 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 എന്ന്. ഭാഗവതത്തിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. ദംക്ഷവിധിസ്മ കുലാങ്കാരം എന്നാ.
സർപ്പദംശനം ഉണ്ടാവട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ കാരണം? 7ാമത്തെ ദിവസം പരീക്ഷത്തിനോട് ശ്രീശുക ബ്രഹ്മർഷി പറയും, തൊന്തുരാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി. നമ്മളാകുന്ന ആരും മരിക്കണില്ല. പരീക്ഷത്തുക്കളായ നമ്മൾ മരിക്കണില്ല. കാരണം നമ്മൾ ജനിച്ചിട്ടില്ല. ഈ ശരീരമാണ് ജനിക്കുന്നതും ശരീരമാണ് മരിക്കുന്നതും. ഈ ശരീരമല്ല നമ്മൾ. അതുകൊണ്ട് 7ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കട്ടെ എന്നല്ല പറഞ്ഞത്, തക്ഷകൻ ദംശിക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. ദംഷിതിസ്വം കുലാങ്കാരം എന്ന്. കാരണം 7ാം ദിവസം നമ്മളെ മനസ്സിലാവും നമ്മളാരും മരിക്കണില്ല, എനിക്ക് മരണമില്ല എന്ന് മഹാകവി വയലാർ എഴുതിയതുപോലെ നമുക്ക് ആർക്കും മരണമില്ല. അമൃതസ്യ പുത്ര, മരണമില്ലാത്തവരെ എന്നാണ് ഉപനിഷത്തുകൾ നമ്മളെ വിളിക്കുക. ഈ ശാപം കിട്ടി 7ാം ദിവസം തക്ഷകൻ ദംശിക്കുമെന്ന് അറിഞ്ഞപ്പോൾ സമാധാനമായി രാജാവിന്. ഈ ശരീരം ഉപേക്ഷിക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? ചിലപ്പോൾ ആധിയാവും, വ്യാധിയാവും, ചിലപ്പോൾ കൊറോണയാവും, ചിലപ്പോൾ ടിപ്പർ ലോറിയാവും. ഏത് രൂപത്തിലാണ് വരിക എന്നറിയില്ല. ഈ ശരീരം, അതിൻ്റെ അർത്ഥം എന്താ? ശീര്യതേ, ചീഞ്ഞളഞ്ഞു പോണതാ. ഇറ്റ് ഈസ് നോട്ട് പെർമനന്റ്. ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും, ഉറപ്പാണ്. സന്തോഷമായി. 7 ദിവസം ഉണ്ടല്ലോ അല്ലേ? ആ സമയത്ത് ആ ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്തു. മരിക്കുന്നത് വരെ ഉപവാസം. ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട് കിഴക്കോട്ട് തലയായിട്ട് ദർഭ വിരിച്ച് വടക്കോട്ട് മുഖമായിട്ടിരുന്നു. അനേക ഋഷിമാർ വന്നു. അവരോട് പറഞ്ഞു, ഗായത വിഷ്ണുഗാഥ, ഗായത വിഷ്ണുഗാഥ, ഗായത വിഷ്ണുഗാഥ, ഭഗവാന്റെ കഥകൾ പാടൂ. അവർക്ക് ആർക്കും ധൈര്യം വന്നില്ല. സർവസംഘപരിത്യാഗിയായിരിക്കുന്ന പരീക്ഷത്തിന്, പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷത്തിന്, മരണം വരെ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ പരീക്ഷത്തിന് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് മനസ്സിലായി. തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്ര. ആ സമയത്താണ് വേദവ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി പീലിയും മാലയും ഗോപിയും ചാർത്താതെ കാലിൽ ചിലമ്പുകളിട്ടിടാതെ, മയിൽപീലി ഇല്ലാണ്ട്, വനമാല ഇല്ലാണ്ട്, ഗോപിക്കുറി ഇല്ലാണ്ട്, പൊന്നിൻ ചിലമ്പുകളില്ലാണ്ട്, പട്ടുകോണകമില്ലാണ്ട് ഗുരുവായൂരപ്പനെ ധ്യാനിക്കാൻ പറ്റുമോ? അതാണ് ശ്രീശുക ബ്രഹ്മർഷി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചു. ആ സമയത്ത് പരീക്ഷിത്ത് എന്ന മഹാരാജാവ് നമ്മളാകുന്ന പരീക്ഷത്തുക്കൾക്ക് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. പുരുഷസ്യേഹയൽ കാര്യം മ്രിയമാണസ്യ സർവഥ. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ, മരണം ഉറപ്പായ ഒരുത്തൻ എന്താ ചെയ്യേണ്ടത്? മ്രിയമാണസ്യ എന്ന വാക്ക്, മരിച്ചുകൊണ്ടിരിക്കുന്നവൻ. നമ്മുടെയൊക്കെ ധാരണ എന്താ? നമ്മൾ ജീവിക്കാന്നല്ലേ? അല്ല, ഭാഗവതം അങ്ങനെയാ പറയാ. നമ്മൾ ചോദ്യം ചോദിക്കും, ഇല്ലേ സാറിന്, എന്താ വിശേഷം? ഇങ്ങനെയൊക്കെ ജീവിച്ചു പോണു. ഭാഗവതം വരെ അല്ലാട്ടോ, നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. ആയുഷഖണ്ഡമാതായ, ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിൻ്റെ ഒരംശം എടുത്തുകൊണ്ടാ പോണേ. എണ്ണി കുറയുന്നിതായുസ്സും അല്ലേ? അതുകൊണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും കേമത്തല്ല, മഹാകവി ജി ശങ്കരക്കുറുപ്പ് പാടിയതുപോലെ, വയസ്സു കൂട്ടുവാൻ വേണ്ടി വന്നെത്തും ജന്മനാളുകൾ, വിളിക്കേണ്ട വിണ്ണിലേക്കില്ല ഞാൻ സഖേ, പിറന്നാളുകളോരൊന്നും നാഴികക്കുറ്റിയല്ലയോ. 5000 രൂപ കൊടുത്തിട്ട് ബേക്കറിൽ നിന്ന് കേക്ക് മേടിച്ച് 23 മെഴുകുതിരി കത്തിച്ച് വെച്ച് ഊതിക്കെടുത്തി കൈ കൊട്ടില്ലേ? ആ കൈ കൊട്ടണ്ട. കാരണം നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന 100-ൽ 23 കഴിഞ്ഞു, ബാക്കി 77 ബാക്കിയുള്ളൂ. സൂക്ഷിച്ചോളൂ. ഷഷ്ടിപൂർത്തി കഴിഞ്ഞവൻ സൂക്ഷിക്കുക, 40 ബാക്കിയുള്ളൂ. ശതാഭിഷേകം കഴിഞ്ഞവന് 16 ബാക്കിയുള്ളൂ. സൂക്ഷിച്ചോളൂ. തുള്ളിച്ചാടുമൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം ആശ്വസിക്കാം, നമ്മൾ പോകുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. അപ്പം സന്തോഷിച്ചോളൂ, ദുഃഖിക്കണ്ട. പിറന്നാൾ ആഘോഷിക്കുമ്പോൾ എന്താ? ഭഗവാനിലേക്കുള്ള ഡിസ്റ്റൻസ് അത്രയും കുറഞ്ഞു. ശതാഭിഷേകം കഴിഞ്ഞവന് ആശ്വസിക്കാം, ഇനി 16 കൂടെ മതി, അത് കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തെത്താം, ചോറ്റാനിക്കരമ്മയുടെ അടുത്തെത്താമെന്ന്. അപ്പം എന്താണ് മരണം ഉറപ്പായ ഒരുത്തൻ? അതായത് നമ്മൾ മരണം ഉറപ്പായതുകൊണ്ടാണ് നമ്മളെ മർത്യൻ എന്ന് വിളിക്കണത്, മനുഷ്യൻ എന്ന് വിളിക്കണത്. ആ മർത്യൻ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ ബീയിങ്? ഒരു മനുഷ്യൻ്റെ ധർമ്മം എന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഭാഗവതം. ഇതറിഞ്ഞില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് കാര്യമില്ല. ഭാഗവതം 7 ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ശരീരം എന്ന് പറയുന്ന ഉപകരണം കൊണ്ട് എങ്ങനെ ലക്ഷ്യം നേടാം. ആ ബുക്ക്ലെറ്റാണ്. ഏത് സാധനവും മേടിക്കുമ്പോൾ നമുക്ക് തരുന്ന ബുക്ക്ലെറ്റ് പോലെ മനുഷ്യ ശരീരമാകുന്ന ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ ഉപയോഗിക്കാം, എന്ത് നേടാം, ഇത് കാണിച്ചു തരുന്നതാണ് വേദവ്യാസ വിരചിതമായിരിക്കുന്ന
ആ ഭാഗവതം അടുത്ത സ്കന്ധത്തിൽ ആദ്യം തൊട്ട് ആ വേദവ്യാസപുത്രനായ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത്ത് എന്ന രാജർഷിക്ക് ആ ഭഗവാന്റെ ലീലകളാകുന്ന ഭാഗവതം ഈ മനുഷ്യ ശരീരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ത് എന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങണു. അവിടം തൊട്ട് നമുക്ക് സത്സംഗമാണ്. അപ്പോൾ ഭാഗവതം ഉടനീളം കാണിച്ചു തരുന്നത് അയം ഹി പരമോലാഭോ നൃണാം സാധു സമാഗമ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം സജ്ജന സംസർഗമാണ്.